കോൺഗ്രസ് എം.എൽ.എ. മാത്യു കുഴൽനാടന് ഇഡിയുടെ കുരുക്ക്. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിലാണ് കുഴൽനാടനെതിരെ അന്വേഷണം. ഇഡി ECIR രജിസ്റ്റർ ചെയ്തു. മാത്യു കുഴൽനാടനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എന്താണ് മറ്റു വിവരങ്ങൾ? ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ചിന്നക്കനാലിൽ കയ്യേറ്റ ഭൂമിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 50 സെന്റ് ഭൂമി നടപടികൾ രജിസ്ട്രേഷൻ നടത്തി അവിടെ റിസോർട്ട് നിർമ്മിച്ചു എന്നതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട പരാതി ആദ്യം വിജിലൻസിന് ലഭിച്ചു. പ്രാഥമികമായ അന്വേഷണത്തിൽ ഇതിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ MLA, കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടനെ 16ാം പ്രതിയാക്കിയാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തത് ഈ ഒരു കേസിന്റെ തുടർച്ചയായി വിജിലൻസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചത്. നേരത്തെ തന്നെ ECIR രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇതിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതിനായി മുടക്കിയ പണത്തിന്റെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല മാത്യു കുഴൽനാടനെ സമൻസ് നൽകി വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യും. നിലവിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത FIR പൂർണ്ണമായും തന്നെ പരിശോധിച്ചുകൊണ്ടും പ്രാഥമികമായ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രധാനമായും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചത് എന്ന കാര്യമാണ് വിജിലൻസ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ മാത്യു കുഴൽനാടൻ ഇതിൽ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് താൻ ഭൂമി കയ്യേറിയിട്ടില്ല, ആധാരം വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ യാതൊരു ക്രമക്കേടുകളും നടത്തിയിട്ടില്ല എന്നൊരു വിശദീകരണം മാത്യു കുഴൽനാടൻ നേരത്തെ ചോദ്യം ചെയ്തപ്പോഴടക്കം നൽകുകയും ചെയ്തു. വിജിലൻസിന് നൽകിയ അതേപടി തന്നെയാണ് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് മാത്യു കുഴൽനാടൻ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതകളെല്ലാം തന്നെ നീക്കുന്ന വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കടന്നിരിക്കുന്നത്. FIR-ന് സമാനമായി ED രജിസ്റ്റർ ചെയ്യുന്ന ECIR നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ECIR-ന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ മാത്യു കുഴൽനാടനെതിരെ ED-യും കടന്നിട്ടുള്ളത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.